خرج عبد الله بن عمر رضي الله عنهما مسافرا إلى مكة. ഒരു ദിവസം മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. മദീനയിൽ നിന്ന് മഹാനവറുകളുടെ തലയിൽ നല്ല ഒരു തലയെക്കെട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയുള്ള. ആ യാത്രയിൽ പ്രത്യേകമായി ധരിച്ച തലപ്പാവായിരുന്നു. യാത്രാമധ്യേ തനിക്ക് സഞ്ചരിക്കാനും ശ്രമിക്കാനും യാത്ര എളുപ്പമാവുന്നതിനും കൂടെ ഒരു വാഹനമായി താൻ കരുതിയിരുന്നു. ഒരു ഹിമാറൻ, ഒരു കഴുത തൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ യാത്രാ സംഘത്തോടൊപ്പം അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. ഒരു അറാബിയായ മനുഷ്യൻ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നു. അങ്ങനെ അവർ തമ്മിൽ സംസാരം അങ്ങനെ നടന്നു, കുറെ പരിചയപ്പെട്ടു. ഫഖാല ലഹു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, അലസ്ത ഫുലാന ബിൻ ഫുലാൻ, നീ ഇന്ന ആളുടെ മോനല്ലേ, ഇന്ന ആളുടെ മകനല്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതെ, ഞാനതെ, അയാളുടെ മോൻ തന്നെയാണ്. ഉടനെ തന്നെ ഫനസല അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മിൻ ഹിമാരിഹി, മഹാനവറുകൾ തന്റെ കഴുതപ്പുറത്ത് നിന്നിറങ്ങി. വഖലഅ ഇമാമത, തന്റെ തലപ്പാവ് അഴിച്ചു. സുമ്മ ഖാല ലിൽ അറാബി, എന്നിട്ട് അറാബിയോട് പറഞ്ഞു, ഇർകബ് ഹാദൽ ഹിമാർ, ദാ ഈ വാഹനം നീ എടുത്തു. ഈ വന്ന് പരിചയപ്പെട്ട ഈ മനുഷ്യനെ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിനക്കുള്ളതാണ്. വഖുദ് ഹാദിഹിൽ ഇമാമ, ഈ തലപ്പാവ് അത് അദ്ദേഹത്തിന്റെ തലയിൽ വെച്ചു കൊടുത്തു. ഇതും നിനക്കുള്ളതാണ്, എൻ്റെ അടുത്ത് നല്ല മൂല്യമുള്ള സാധനം ഇപ്പൊ ഇത് രണ്ടും ഉള്ളത്, ഇത് നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അതുകൊണ്ട് പോയി. ഇത് കണ്ടപ്പോ തന്റെ കൂടെ പോന്നിരുന്ന ആളുകൾക്ക് വലിയ അത്ഭുതം. ഇനി യാത്ര തുടരാനുള്ളതാണ്. യാത്രക്ക് ഉപയോഗിച്ചിരുന്ന വാഹനം അദ്ദേഹത്തിന് ഫ്രീ ആയി കൊടുക്കുന്നു. തന്റെ മൂല്യവത്തായി കരുതിയ യാത്രയിലെ എല്ലാവരും ആകർഷിച്ചിരുന്ന ഒരു തലപ്പാവ് അതെടുത്ത് അദ്ദേഹത്തിന്റെ തലയിൽ വെച്ച് കൊടുക്കുന്നു. എന്താണ് ഇങ്ങനെ? ഉടനെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് കാര്യം തിരക്കി. അപ്പോ മഹാനവറുകൾ പറഞ്ഞു, എന്താണ് ഞാൻ അങ്ങനെ കൊടുക്കാൻ കാരണമെന്നറിയുമോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസാണ്. ഇന്നി സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന മിൻ അബരിൽ ബിരി അൻ യസില അർ-റജുലു അഹ്ല ഉദ്ദി അബീഹി ബഅദ അൻ യുവല്ലിയ. ഏറ്റവും നല്ല ഗുണം, ഒരു മനുഷ്യൻ മറ്റൊരാൾക്ക് ചെയ്യുന്ന ഗുണങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ഗുണം അത് തൻ്റെ വാപ്പയും ഉമ്മയും മരണപ്പെട്ടതിന് ശേഷം അവരെ സ്നേഹിതകളെ സന്തോഷിപ്പിക്കലാണ്, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരോടുള്ള ബന്ധം അത് മരിച്ചാലും നിലനിർത്താൻ വേണ്ടി അവർക്ക് ചെയ്തു കൊടുക്കലാണ്. ഈ വന്ന മനുഷ്യൻ ആരാണെന്നറിയാം? അദ്ദേഹം ഇദ്ദേഹം എൻ്റെ വാപ്പയായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹിതന്റെ മോനാണ്. സ്നേഹിതനല്ല, സ്നേഹിതന്റെ മകനാണ്. ആലോചിച്ച് നോക്കി, ആ സ്നേഹിതന്റെ മകനായിട്ട് വാപ്പയാകുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മരിച്ചു പോയപ്പോൾ തൻ്റെ സ്നേഹിതന്റെ മോനാണ് എന്ന് പറഞ്ഞ ഒരാളോട് പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും മൂല്യമുള്ള സാധനം കൊടുത്ത് ആ ഹദീസ് പ്രാവർത്തികമാക്കിയ സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് മുത്തബിഉസ് സുന്ന എന്നൊരു പേര് കൂടെയുണ്ട്. എന്താണ് സുന്നത്ത്, എന്താണ് റസൂൽ പറഞ്ഞത്, അത് അങ്ങനെ പ്രാവർത്തികമാക്കണം, അതങ്ങനെ കാണിച്ചു തന്ന മഹാനാണ്. അപ്പൊ നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് വീട്ടിലേക്കൊക്കെ വരുന്നവരുണ്ടാവും. ചിലപ്പോൾ വാപ്പ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ടാവും. അപ്പൊ അവര് മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ വീട്ടിലേക്കൊക്കെ അവരെ വിളിക്കണം. ചിലപ്പോൾ വാപ്പല്ലാന്ന് വിചാരിച്ച് ചിലപ്പോൾ വരൂല, ബന്ധങ്ങളെ കാണുന്നില്ലല്ലോ, ഇപ്പൊ വരണം കേട്ടോ വീട്ടിലേക്ക് എന്നൊക്കെ പറഞ്ഞാൽ അവര് സൽക്കരിക്കുകയും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുകയും വാപ്പ എന്തൊക്കെ അവരോട് ഏതൊക്കെ വിധത്തിൽ ബന്ധങ്ങൾ പുലർത്തിയിരുന്നു ആ ബന്ധങ്ങളൊക്കെ പുലർത്തുക എന്നത് നമ്മളെ വാപ്പയും ഉമ്മയും മരിച്ചതിന് ശേഷം അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ നന്മയാണ്. നമ്മുടെ ഉമ്മാനെ കാണാൻ വേണ്ടി വരും. ചിലപ്പോൾ പാവങ്ങളായവരൊക്കെ ഉണ്ടാവും, അയൽവാസികളുണ്ടാവും, ദൂരത്തു നിന്നുള്ളവരുണ്ടാവും. അവര് വരുമ്പോ നമ്മള് ഗൾഫിൽ നിന്ന് അയക്കുന്ന വല്ല പൈസയോ എന്തെങ്കിലുമൊക്കെ തൊട്ടുകൾ കൊടുത്ത് അവരെ സഹായിക്കുന്നുണ്ടാവും. അത് നമുക്ക് അറിവുണ്ട് എങ്കിൽ തീർച്ചയായും അവരെ ആ ബന്ധം നിലനിർത്തണം. അത് ഏറ്റവും വലിയ ഗുണമാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ നമ്മളെ വാപ്പയും മരിച്ചാലും ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞിട്ടില്ല, ഇനി ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ
നീണ്ടു കിടക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ കാണിച്ചു തന്നത്. അല്ലാഹു മഹാന്മാരുടെ പാത പിന്തുടരാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. അർഹമർ റഹീമായ റബ്ബേ, നമ്മൾ പറഞ്ഞു കേട്ടതെല്ലാം സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ കർമ്മം സ്വീകരിച്ചതിന്റെ മിഥ്ല സവാബ് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, അല്ലാഹുവേ കൊണ്ട് കടപ്പെട്ട പലരും മാറടി മണ്ണിലുണ്ട്. അവരുടെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവരെ ഖബർ നീ വിശാലമാക്കണേ റഹ്മാനെ. റഹീമായ റബ്ബേ, എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. അവരെ ജീവിച്ചിരിക്കുന്നവർക്കും ഞങ്ങൾക്കും ദീർഘായുസ്സും ആഫിയത്തോടെ നൽകണേ അല്ലാഹ്. ഞങ്ങളൊക്കെ മരിക്കുന്ന അവസരത്തിൽ കാമിലായ ഈമാനോടെ ആഖിബത്ത് നന്നായുള്ള മരണം സാധ്യമാക്കണേ അല്ലാഹ്. റഹീമായ പടച്ച റബ്ബേ, ഇന്ന് സുബ്ഹ് ജമാഅത്തിന് ഇവിടെ എത്തിച്ചേർന്ന മുഅ്മിനീങ്ങൾ, ഈ കാസം കഴിഞ്ഞു പോകുന്ന മുഅ്മിനീങ്ങൾക്ക് വലിയ ഖൈർ നൽകണേ അല്ലാഹ്. വലിയ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, കടബാധ്യതകളുണ്ട്, മറ്റു പല വിഷയങ്ങളുണ്ട്. അല്ലാഹു എല്ലാം നീ എളുപ്പമാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന ജോലിയിലൊക്കെ ഉത്തരോത്തരം അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. റഹീമായ റബ്ബേ, പശ്ചിമേഷ്യ ശാന്തമാണ്. ഇന്നലത്തെ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ ആ യുദ്ധം വ്യാപിക്കുമെന്ന ഒരു പേടിയുണ്ട്. അല്ലാഹുവേ, എല്ലാം സമാധാനത്തോടെ അവസാനിപ്പിക്കുന്ന വിധത്തിലാക്കണേ അല്ലാഹ്. റഹീമായ റബ്ബേ, ഗൾഫിലുള്ള സുഹൃത്തുക്കളൊക്കെ വിളിച്ചിരുന്നു. റഹീമായ റബ്ബേ, പടച്ച റബ്ബേ, വലിയ സമാധാനം നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പ്രശ്നങ്ങളില്ലാതെ വ്യാപിക്കാത്ത വിധത്തിൽ റഹീമായ റബ്ബേ അത് അവസാനിപ്പിച്ച് ശാന്തമാക്കി സന്തോഷത്തിലാക്കി തരണേ അല്ലാഹ്. റഹീമായ റബ്ബേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഖദർ ഖദായിൽ വല്ല വിപത്തും വിധിച്ചുവെങ്കിൽ എല്ലാം ദുആ സ്വീകരിച്ച് തട്ടിക്കളയണേ അല്ലാഹ്. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാഹ്. ഒരുപാട് ഖൈറായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാവാനും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാനുമുള്ള കരുത്ത് നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. സ്വല്ലല്ലാഹു തആല വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസല്ലം. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ. സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.